ഡോഗ്സിന് വളരെ ചെറിയ ഷോർട്ട് ടൈം മെമ്മറി ആണുള്ളത്. ഒരു ഇവന്റ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 2 മിനിറ്റിനപ്പുറത്തേക്ക് അവർക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റത്തില്ല. നാഷണൽ ജിയോഗ്രഫിക്ക് ഇടയ്ക്ക് നടത്തിയേക്കുന്ന ഒരു സ്റ്റഡീസിലാണ് ഈ പറഞ്ഞേക്കുന്നത്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒരു ഇവന്റ് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഈ സാധനം നമ്മൾ ഇവിടെ കാണിച്ച് ഒരിടത്ത് വെക്കുന്നു. 2 മിനിറ്റിന് ശേഷം ഇത് ഓർത്തിരിക്കുമോ എന്നുള്ളത് നോക്കാം. ബാ, ഇവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണേ. നമ്മൾ ഒളിച്ചൊന്നും വെക്കുകയല്ല, ഇവിടെ കാണിച്ച് തന്നെ ഒരിടത്ത് വെക്കുകയാണ്. അതാണ്ട് ഇവിടെ വെക്കാം. എടുക്കരുത്, ഞാൻ പറഞ്ഞിട്ടേ എടുക്കാവുള്ളൂ. ഇങ്ങോട്ട് വന്നാ വേറെ സാധനം ഉണ്ട്, വേറെ സാധനം. അങ്ങോട്ട് ഇവിടെ വാ നോക്കാം. ടെസ്റ്റിങ് തുടങ്ങട്ടെ. വാ ടൂണാ, come here. വാ ഇങ്ങോട്ട് വാ, ടൂണ മാധവിഞ്ഞ് വാ. ഇപ്പൊ വിട്ട് കഴിഞ്ഞാൽ ഓടിപ്പോവും. നമ്മൾ ഇതൊന്നും 2 മിനിറ്റിനകത്ത് കണക്ക് കൂട്ടുന്നില്ല കേട്ടോ. അത് ഈവന്റ് ക്യാൻസൽ ചെയ്യട്ടെ. വാ ഇങ്ങോട്ട് വാ, ടൂണ വാ. അവിടെ ആയിരിക്കും. അയ്യോ ചാടിക്കേറി കേട്ടാ. എവിടെ തരാൻ തരാം. നമ്മൾ വേറെ ഒരു സാധനം വെച്ചിട്ട്, ഇപ്പൊ ഒരു സാധനം കഴിക്കുന്നതാണല്ലോ നമ്മളവിടെ വെച്ചത്, അവളെ കാണിച്ചിട്ട്. ആ ഇവന്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് വേറൊരു സാധനം കാണിച്ചു. നമ്മൾ അത് വേറെ ഒരിടത്ത് കൊണ്ട് വെക്കാം. ഓക്കെ, ഇവിടെ വെച്ചു. ഓക്കെ, ഇനിയിപ്പം മറ്റേ ഇവന്റിന്റെ കാര്യം. ഇങ്ങോട്ട് വാ, ഇവിടെ കയറി. ഓക്കെ, മറ്റേ ഇവന്റ് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടെ മുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റ് കൗണ്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇപ്പൊ ഡോഗ്സിനാണെന്നുണ്ടെങ്കിലും മനുഷ്യനാണെന്നുണ്ടെങ്കിലും മെമ്മറി 2 ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഷോർട്ട് ടൈം മെമ്മറിയും ഉണ്ട്, ലോങ് ടൈം മെമ്മറിയും ഉണ്ട്. ഇതിൽ ഷോർട്ട് ടൈം മെമ്മറി മനുഷ്യന്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സെക്കൻഡുകൾ മുതൽ കുറച്ച് മണിക്കൂറുകൾ വരെ കാണത്തുള്ളൂ. നമ്മുടെ അടുത്ത്, കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോൾ പാറ്റ, തവള, അങ്ങനെ കുറച്ച് സാധനങ്ങൾ റാൻഡമായിട്ട് പറഞ്ഞത് ഓർത്തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മുതൽ 12 സാധനങ്ങൾ വരെ നമുക്കൊരു അപ് ടു 20 സെക്കൻഡത്തേക്കൊക്കെ ഓർത്തിരിക്കാനായിട്ട് പറ്റിയേക്കാം എന്നുള്ളതാണ്. അതിനുശേഷം വേറെ ഒന്നുമായിട്ട് കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് മറന്നു പോകും. ഇപ്പൊ ഡോഗ്സിനും അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യം ഓർത്തിരിക്കുന്ന കാര്യങ്ങളില്ലേ, ഇമോഷണലി കണക്ട് ആവുന്നത്, എന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് കണക്ട് ആവുന്നത്. ഡോഗ്സിനും അങ്ങനെയുള്ള മെമ്മറിയും ഉണ്ട്. 2 മിനിറ്റ് ആകുമ്പോൾ പറയാനേടേ, നോക്കിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഡോഗ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് നേരമേ ഓർത്തിരിക്കത്തുള്ളൂ എന്നാണ് സ്റ്റഡി പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങൾക്ക് ഡോഗിനെ പണിഷ് ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു ചെരുപ്പ് കടിച്ചു പൊട്ടിച്ചതിന് നമ്മൾ രാവിലെ ഉണർന്നു വന്ന് നോക്കുമ്പോൾ ചെരുപ്പ് കടിച്ചു പൊട്ടിച്ച് ഡോഗ് നശിപ്പിച്ചിട്ടേക്കുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്? ഒരു വടിയെടുക്കുന്ന 4-5 താങ്ങ് കൊടുക്കും. ഓക്കെ, ഡോഗ് ഇത് ചെയ്തത് ഈ പറഞ്ഞ ഒരു സമയത്തിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോഗ് ഇത് ഓർത്തിരിക്കണമെന്ന് പോലും ഇല്ല. ആ ആക്ഷൻ എപ്പോഴോ നടന്നതായിരിക്കും. നമ്മൾ അടിക്കുന്ന അതുമായിട്ട് കണക്ട് ചെയ്യാനേ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള പണിഷ്മെന്റ് കൊണ്ടിട്ട് കാര്യമില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടൈം പീരീഡിനകത്തോ ചെയ്താൽ മാത്രമേ ഗുണമുള്ളൂ. ടൂണ പാടി. ഓക്കെ, ഇപ്പൊ ചൂണയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി 2 മിനിറ്റ് ആകുമ്പോൾ പറയണേ. ടൂണ വന്നേ. ടൂണ ബാക്കിയുള്ളവരുടെ അടുത്തും ബിസ്ക്കറ്റ് കപ്പിയൊക്കെ പോകുന്നുണ്ട്. ഇനി വാ, ഇവിടെ കയറി എനിക്ക്. ഇവിടെ എല്ലാം വലിഞ്ഞു കയറാൻ അവള് വഴിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു മെമ്മറിയുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ കമ്പ്യൂട്ടറിനകത്ത് റാമും റോമും ഒക്കെ അല്ലേ നമുക്ക് ഹാർഡ് ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ട്. അത് ലോങ് ടൈമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഹാർഡ് ഡിസ്കിന് എത്ര നാൾ കാലാവധി ഉണ്ടോ അത്രയും നാളത്തേക്ക് ആ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ റാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമുള്ള കുറച്ച് സമയത്തേക്കുള്ളതാണ്. ഓഫ് ആക്കുമ്പോഴത്തേന് അതിനകത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പോകും. അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ 2 മിനിറ്റ് അല്ലേ? 2 മിനിറ്റ് ആയി. ഓക്കെ, നമുക്ക് ഇവിടെ ഇനി ഇത് ഓർത്തിരിപ്പുണ്ടോ എന്ന് നോക്കാം. എന്തായാലും കുറച്ച് നേരം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം കൊണ്ടുപോകാം. ഓക്കെ, മൊത്തത്തിൽ വെപ്രാളം അടിച്ച് നിൽക്കുകയാണ്. ഇവളിത് ഓർത്ത് നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തുവാ സംഭവിക്കുന്നത് എന്നുള്ള അതിന് ശേഷം നമുക്ക് പറയാം. എന്താ ചെയ്യാ അടങ്ങി. ഇവക്ക് 1 സെക്കൻഡ് ഉണ്ടല്ലോ, 1 സെക്കൻഡ്. താഴെ പോവും. നേരായിട്ട് താഴെ പോവും. ഞാൻ ഇറക്കാം. ഓക്കെ, ഞാൻ ഇറക്കാം. സമാധാനമായിട്ടേക്ക്. ഇങ്ങോട്ടോ, എൻ്റെ അടുത്തോട്ടോ. കാല് ഏതാണ്ട് പറന്നു പോവുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 2 മിനിറ്റ് എന്തായാലും കഴിഞ്ഞല്ലോ. 3 മിനിറ്റ് അടുപ്പിച്ചായല്ലേ. ഇവൾ അങ്ങോട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് കിട്ടത്തില്ലല്ലോ. ഇയാൾ അവിടെ കാണാൻ പോയി നിന്നു. അവിടെ നിന്നു, ആ കാറിൻ്റെ അടുത്ത് അവിടെ പോയി നിന്നു. ഓക്കെ, എന്നാ വയ്ക്കൂ. ട്യൂണ ഇത് മറക്കാനായിട്ട് നമുക്ക് നാഷണൽ ജിയോഗ്രഫിക്കിനോടും ദൈവത്തിനോടും പ്രാർത്ഥിക്കാം. ഓക്കെ, തുറക്കട്ടെ? കിട്ടുവോ? ഓക്കെ. നാഷണൽ ജോഗ്രഫിക്ക് സ്വാഹയായോ?
അവള് പോയി മറ്റേ കൂട്ടിനകത്ത് കയറും. എവിടെ പോയി? എന്തുവാ തകതി പോയി. ഓ സിഗരറ്റ് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുന്നത് കേട്ടാ. എന്താ എന്തുവാ നീ എന്തിനാടി 2 മിനിറ്റ് കൂടുതൽ ഓർത്തിരുന്നത്? അവിടെ നീ അവിടെ 2 മിനിറ്റ് കൂടുതൽ നീ എന്തിനാ ഓർത്തിരുന്നത്? എന്നാ എവിടെയെങ്കിലും പോയി കിടന്നു. അവിടെ കയറണ്ട അവൻ അടിച്ചോണ്ടു ഓവിടൊക്കെ ഇറക്കും. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തായിരിക്കും ഈ 2 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇവളത് ഓർത്തിരിക്കുന്നത്? അതോ ഇനി നാഷണൽ ജോഗ്രഫിക്കിന്റെ റിസർച്ച് തെറ്റാണോ? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടായിരിക്കും അവൾ അത് ചെയ്തത്. 2ാമത് കൊടുത്ത ബിസ്ക്കറ്റ് കൊടുത്തില്ലേ, അത് അവൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഐറ്റം അല്ലായിരുന്നല്ലോ. ആ റിസർച്ചിനകത്തെ നമ്മൾ ആ ഒരു സെന്റൻസ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഡോഗ്സിന് ഷോർട്ട് ടേം മെമ്മറിയാണ്. ഷോർട്ട് ടേം മെമ്മറിയും ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. ഞാൻ നേരത്തെ അതാ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. ഈ ഒരു മെമ്മറി അവളുടെ ലോങ് ടേം മെമ്മറിയിലോട്ടാണ് ഫീഡ് ആയേക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലത്തേക്ക് ഓർത്തിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഡോഗ്സ് പാത്രം എടുത്തു കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ഫുഡുമായിട്ട് കണക്ട് ആവും. അങ്ങനെയുള്ള ഇവന്റുകൾ കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. താക്കോൽ എടുക്കുന്നു, ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നു. ഇതൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ഈ ഓണർ എവിടെയോ പോകാൻ പോവുകയാണ്, അതിനുശേഷം എനിക്ക് ആരുമില്ല, എനിക്ക് ഓണറിന്റെ പ്രസൻസ് ഇല്ല, എനിക്ക് പേടിയാവുന്നു, അങ്ങനെയുള്ള ഇമോഷൻസുമായിട്ട് ചിലപ്പോൾ കണക്ട് ആയിട്ട് അവരിതൊരു കമ്പൈൻഡ് ആക്ഷൻ ആയിട്ട് ചിലപ്പോൾ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഒരുപാട് കാലത്തേക്ക് ഇത് അവരുടെ മനസ്സിലുണ്ടായിരിക്കും. ഒരുപാട് കാലത്തേക്കെന്നല്ല, ചിലപ്പോൾ മരണം വരെയും ചിലപ്പോൾ ഇത് മനസ്സിലുണ്ടായിരിക്കും. കാരണം എന്താണ്, അത് ഒരുപാട് ഇമോഷൻസുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കണക്ട് ആയി വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർ ആവും. അപ്പൊ ഡോഗിന്റെ മനസ്സിൽ ഇത് ഇപ്പോഴും ഉണ്ടായിരിക്കും. ട്രീറ്റിന്റെ പാത്രം ഓപ്പൺ ചെയ്യുമ്പോൾ ഡോഗ്സ് ചിലപ്പോൾ പെട്ടെന്ന് തുള്ളിച്ചാടി ഓടി വരത്തില്ലേ? കാരണം ആ പാത്രവും ആ ട്രീറ്റും അവർക്ക് അതുമായിട്ട് കിട്ടിയ ടേസ്റ്റും അങ്ങനെ സെൻസുമായിട്ട് കണക്ട് ആയി, അതിനുശേഷം ഉണ്ടായ സന്തോഷം അതുമെല്ലാം ആയിട്ട് കണക്ട് ആയിട്ട് ലോങ് ടൈം മെമ്മറിയിലാണ് കിടക്കുന്നത്. ഇതേപോലെയാണ് ഇവിടുത്തെ എല്ലിന്റെയും കാര്യം. എല്ലെന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ തീർച്ചയായിട്ടും ലോങ് ടൈം മെമ്മറിയിലേ സ്റ്റോർ ആവത്തുള്ളൂ. ഇതിന് പകരം നമുക്ക് ഇതേ കാര്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേപ്പർ കഷണം വെച്ചിട്ട് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരിക്കലും അത് ഓർക്കാനായിട്ടുള്ള ചാൻസ് ഇല്ല. കാരണം എന്താണ്, ആ പേപ്പർ ഓളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഓരോ ഇമോഷൻസും ഇല്ല. മനുഷ്യന്റെ കാര്യത്തിൽ ഇതേപോലെയാണ്. നമ്മൾ കൊച്ചു കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോഴേ എല്ലാവരും ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിപ്പിക്കുന്നു, 1 × 1 1 1 × 2 2 അങ്ങനെയൊക്കെ പഠിപ്പിച്ചു പോകും. ഇതേപോലുള്ള കാര്യം ഇവർക്ക് ഓർത്തിരിക്കുന്നതിന് അവർക്കൊരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട്. ഇത് ഷോർട്ട് ടൈം മെമ്മറിയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 10-12 ഐറ്റംസ് മാത്രമേ ഓർത്തിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ, ഒരു 20 സെക്കൻഡ് വരെയൊക്കെ. അതിനുശേഷം പുതിയ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടാണ് ആ സ്പേസിൽ വന്ന് കയറുന്നത്. ഇതിന് പകരം ഇതെന്തെങ്കിലുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറയുവാണ്, ആ ചീപ്പ്, സോപ്പ്, കണ്ണാടി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം ഒരു സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം കൂടെ അതിന് ആയുസ് കാണും. ഓക്കെ, ഇതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ ലൈഫിലെ ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ആലോചിച്ച് വെക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തവും നമുക്ക് അത് ഓർമ്മയുണ്ടായിരിക്കും. അതുകൊണ്ടിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന ഒരു അപകടം, ആക്സിഡൻ്റ് ഒക്കെ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മ കാണത്തില്ലേ. പണ്ട് എനിക്കുണ്ടായ ഒരു അപകടം ഇതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ട ഒരു അപകടം ഇതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. എക്സാമിന് പഠിക്കുന്ന കാര്യമില്ലേ, നമ്മൾ ഇപ്പോൾ ഒരു 10th എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് ഒരു കാര്യം പഠിക്കുന്നു, എക്സാമിന് പോയി എഴുതുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ചോദിച്ചാൽ ഇതിലേതെങ്കിലും കാര്യം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കുമോ? ഇല്ല. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതേപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്ത് വരുവാണ്. അങ്ങനെ നമ്മുടെ അത് ലോങ് ടൈം മെമ്മറിയിലോട്ട് അത്രയും റെപ്പറ്റീഷൻസ് വന്നുകൊണ്ടായി കഴിഞ്ഞു, ഇമോഷൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ പോലും. നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫോർ എക്സാം, അത് കഴിയുമ്പോഴത്തേന് ക്യാൻസൽ, ഇങ്ങനെ അങ്ങ് പോകുമല്ലേ. അതുകൊണ്ടിട്ടാണ് അത് പിന്നീട് ഓർത്തിരിക്കാത്തത്. മെട്രിക്സ് പഠിക്കുന്നു, ഇന്റഗ്രേഷൻ പഠിക്കുന്നു, ഡിഫറൻസിയേഷൻ പഠിക്കുന്നു, ഇതൊക്കെ ഇപ്പം ചോദിച്ചാൽ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരും, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യും. ഡോഗ്സിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് സ്മെല്ലല്ലേ, മണമാണ്. അപ്പോൾ അവരുടെ ഒരു മണത്തിലൂടെ കണക്ട് ആകുന്ന ഒരു മെമ്മറി എന്ന് പറയുന്നത് അധികവും ലോങ് ടൈം മെമ്മറിയിലോട്ടാണ് പോകാറുള്ളത്. അതുകൊണ്ടിട്ടാണ് ഒരാളെ ഒരു തവണ കണ്ട് ഡോഗ് നല്ലോണം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അയാൾ വന്നു കഴിഞ്ഞാലും ഓർമ്മയുണ്ടായിരിക്കും. ഒരിക്കലും കാഴ്ച കൊണ്ടിട്ടോ അവരുടെ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്തിട്ടോ ഒന്നുമല്ല അവർ തിരിച്ചറിയുന്നത്. ആ സ്മെല്ല് അവരുടെ മെമ്മറിയിൽ നിന്ന് തിരിച്ച് അവർക്ക് റിക്കവർ ചെയ്തെടുക്കുകയും അത് ആരാണെന്നുള്ളത് കണക്ട് ആവുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇമോഷനും കാണും.
എന്നെ കണ്ടപ്പോൾ ഡോഗിന് ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റിയാണ്, കംഫർട്ടാണ്, സന്തോഷമാണ്, ഇങ്ങനെയുള്ള ഇമോഷൻസുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് എന്നെ കാണുമ്പോഴത്തേന് എൻ്റെ മണവും കൂടെ കണക്ട് ചെയ്ത് ഇന്നാൾ വന്നു, ഞാൻ ഹാപ്പി, എനിക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റി. ആ രീതിയിലാണ് പോകുന്നതെന്ന് പറയുന്നത്. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇതേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മനുഷ്യന്റെ ക്രിയേറ്റീവായിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇമാജിനേഷനിൽ നിന്ന് നിർമ്മിച്ചെടുക്കുകയൊക്കെ ചെയ്യത്തില്ലേ, അത് ആനിമൽസിന് കുറവാണ്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലാതെ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.